ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ജീവിതം മടുത്തു പോകുന്ന ഒരു ഇതുണ്ട്. ചിലപ്പോൾ വീട്ടിലെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ കടം ബാധ്യത കൊണ്ടായിരിക്കാം, ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തിയോണ്ടായിരിക്കാം, ചിലപ്പോൾ രോഗം മൂലമായിരിക്കാം, ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട്. പിന്നെ ഇപ്പോൾ ഇന്നത്തെ രോഗം എന്ന് പറയുന്നത് ഒരുപാട് ചികിത്സ നടത്തേണ്ടതാണ്. അപ്പോൾ ചികിത്സിക്കാൻ പാവില്ലാതെയായിരിക്കാം. എന്നാലും ഞാൻ തീർത്തും വയ്യാതെ കിടക്കുന്ന ആൾക്കാർ ഇനി എത്ര കാലം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ നമ്മൾ പെട്ടെന്ന് എടുത്ത് ചാടുന്ന ഒരു ഇതാണ് നമ്മൾ ആത്മഹത്യ ചെയ്യുക. ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇന്ന് ഒന്നും സഹിക്കാൻ ശക്തിയില്ല. അപ്പോൾ പെട്ടെന്ന് എടുത്ത് ചാടി ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല ആരോഗ്യം, നല്ല കഴിവും കാര്യങ്ങളൊക്കെ ഉള്ളവരായിരിക്കും ഈ ആത്മഹത്യ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതിനേക്കാളൊക്കെ ബുദ്ധിമുട്ടും വിഷമങ്ങളും അനുഭവിക്കുന്ന അനേകം മക്കൾ ഇനി എത്ര കാലം എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും ജീവിതം മുന്നോട്ട് പോകണം എന്ന് സ്വപ്നം കണ്ട് ആഗ്രഹിച്ച് ജീവിക്കുന്ന അനേകം മക്കളുണ്ട്. അപ്പോൾ നമ്മളൊരു ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വെച്ചാൽ നമ്മൾ ചെയ്തതിൻ്റെ നമ്മൾ അത്ര കാലം നമ്മൾ ചെയ്തു, അത് നമ്മളിങ്ങനെ ആത്മഹത്യ ചെയ്തു പോയി എന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾക്ക് ഒരു സംസാരമുണ്ട്. എല്ലാവരും ഒരാൾ പോലും മരണത്തിനെ കുറിച്ച് ചിന്തിക്കാത്തവരാരും ഉണ്ടാവില്ല. ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി, ഇനി മരിച്ചു പോവുക, ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നില്ല, അങ്ങനെ പറയുന്ന അനേകം ആൾക്കാരുണ്ട്. മരണം നമുക്ക് ഇപ്പോഴും നല്ലതായിരിക്കില്ല. നമ്മൾ അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് തിരിച്ച് ചിന്തിക്കുക. ചിലപ്പോൾ സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് വിഷമം കൊണ്ടായിരിക്കും അവരങ്ങനെ പറയുന്നത്. പിന്നെ അങ്ങനെ അഥവാ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലോ എവിടെയെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിലും അവരെ കുറ്റപ്പെടുത്താതിരിക്കുക. അപ്പം നമ്മൾ ഒന്നങ്ങോട്ട് കേൾക്കുമ്പോൾ എടുത്ത് ചാടി ആ മരണത്തിൻ്റെ ഒരു വക്കിലേക്ക് എത്തരുത്. പിന്നെ എന്തും നമ്മൾ ചിന്തിച്ച് പ്ലാൻ ചെയ്തിട്ട് ജീവിക്കുക. ഒരു വീട് വയ്ക്കുകയായാലും അതിന് ഒരുപാട് കടബാധ്യത ഇല്ലാതെ നമുക്ക് കടം മേടിച്ചാൽ അത് വീട്ടാൻ പാകമുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് കടം വാങ്ങിക്കുക. ഒരു മക്കളെ പഠിപ്പിക്കുമ്പോഴും അത് അവർ ചികിത്സ നടത്തുമ്പോഴും നമുക്കത് വീട്ടാൻ പാകമുണ്ടോ, അല്ലെങ്കിൽ അത് എന്താണ് ചെയ്യേണ്ടത് അതൊന്ന് ആലോചിച്ചിട്ട് ചെയ്യും. അല്ലാതെ നമ്മൾ ഒരുപാട് കട വരുത്തി കുട്ടി ആത്മഹത്യ ചെയ്തു. പക്ഷേ ആ കടം തരുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ കടം തന്നെ. അപ്പോൾ ഈ ആൾ ആത്മഹത്യ ചെയ്ത് അതിൻ്റെ അപ്പുറത്തുള്ള ആൾക്കാർ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. എല്ലാവരും ഒന്ന് നമുക്ക് എന്തൊരു കടം മേടിച്ചാലും അത് വീട്ടാൻ പാകുണ്ട്. അതുമാതിരി നമ്മൾ ചിലപ്പോൾ പലരുടെ വാക്കുകളിലൂടെയാവും നമ്മൾക്ക് ഈ അവസ്ഥയ്ക്ക് വരുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ചും കണ്ട് സംസാരിക്കുക. പിന്നെ നമുക്ക് നല്ല മരണത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക, അതിന് ഒരുങ്ങുക.